നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും യൂട്യൂബിൻ്റെ മുഖഭാഗത്ത് നമ്മൾ തമ്പനെയിൽ സെറ്റ് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോക്കകത്തുള്ള എന്താണോ കണ്ടന്റ് എന്ന് അത് നമ്മൾ തമ്പനെയിൽ രൂപത്തിൽ നമ്മൾ ഒരു മുഖഭാഗത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ യൂട്യൂബിൽ ഉണ്ടാക്കുന്ന തമ്പനെയിൽ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോക്ക് മുഖഭാഗത്ത് വെക്കുന്ന തമ്പനെയിൽ എങ്ങനെ നിർമ്മിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ അതിനുവേണ്ടി 2 ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് മലയാളം ഇമേജ് ടെക്സ്റ്റ് എന്നൊരു ആപ്ലിക്കേഷനും രണ്ടാമതായി പിക്സ് ആർട്ട് എന്ന ഒരു ആപ്ലിക്കേഷനും. ഈ 2 ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മൊബൈലിൽ യൂട്യൂബിൻ്റെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ ചുവന്ന ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മലയാളം ഇമേജ് ടെക്സ്റ്റ് എന്നൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമുക്ക് താഴെ ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു തമ്പനെയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടി മലയാളം ടൈപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ സൈസുകൾ ഇവിടെ നമുക്ക് ലഭ്യമാകും. പോർട്രേറ്റ് സൈസ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് സൈസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ സൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെങ്കിൽ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളെങ്ങനെയാണ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി താഴെ ഭാഗത്തുള്ള ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനെയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിശ്ചിത വലിപ്പത്തിലാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇത്രയും വലിപ്പമുള്ളൊരു തമ്പനെയിൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിനുവേണ്ടി ഇവിടെ താഴെ കാണുന്ന സൈസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു ശരാശരി യൂട്യൂബിന് തമ്പനെയിലിന് ആവശ്യമുള്ള സൈസ് നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കുക. താഴെ ഭാഗത്ത് എഡിറ്റർ BG എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഈ ഒരു കളറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിതിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഒരു സാമ്പിൾ ഫോട്ടോസൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ തമ്പനെയിൽസുകളൊക്കെ ഇതിലേക്ക് ഒന്ന് ചെറിയ ഫോട്ടോസുകളായിട്ട് നമുക്ക് ആഡ് ചെയ്യണം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇന്നലെ ചെയ്തൊരു വീഡിയോ ആണ് ഇത്. ഇമെയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത്. നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ഫോട്ടോസുകളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോയിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചില ഓപ്ഷൻസുകൾ കിട്ടും. ഇവിടെ നമുക്ക് താഴെയായിട്ട് മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഈ ഫോട്ടോസ് റൊട്ടേറ്റ് ചെയ്യാനും മാത്രമല്ല കൂടുതൽ ഫീച്ചറുകൾ ഇതിൽ ലഭ്യമാണ്. എനിക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എറേസ്, ക്രോപ്പ്, ഫിൽറ്റർ, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൽ ലഭ്യമാണ്. നമുക്കിതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ഞാൻ തൽക്കാലം ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഇവിടെ നിന്ന് ഉപയോഗിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് ഇതിന് ഫോട്ടോസിന് കൂടുതൽ വെറൈറ്റീസൊക്കെ നൽകുന്നതിന് വേണ്ടി അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിലേക്ക് ഫോട്ടോകൾ വളരെ മനോഹരമായിട്ട് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പിക്സ് ആർട്ടിൻ്റെ സഹായം ആവശ്യമാണ്. ഞാൻ പിക്സ് ആർട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഈ ഒരു മലയാളം ഇമേജ് ടെക്സ്റ്റ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സെറ്റ് ചെയ്തു. താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. സേവ് ആസ് ഇമേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കിത് പിക്സ് ആർട്ടിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഇവിടെ ഏറ്റവും മുകളിലുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്ന അതർ ആപ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മൊബൈലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ പിക്സ് ആർട്ട് കാണാൻ സാധിക്കും. പിക്സ് ആർട്ട് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നേരെ പിക്സ് ആർട്ടിലോട്ട് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിക്സ് ആർട്ടിലോട്ട് ഈ ഫോട്ടോ ഡയറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയായിട്ട് ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എൻ്റെ ഈ തമ്പനെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഫോട്ടോസ് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ റൊട്ടേറ്റ് പിടിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഏറ്റവും മുകളിലുള്ള ഈ എറേസ് ബാറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഭാഗത്ത് ഈ എറേസിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുത്ത് നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും. ആ ബാക്ക്ഗ്രൗണ്ടിന് സമമായ രീതിയിലുള്ള കളർ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എത്തി. ഇനി അടുത്തൊരു ഫോട്ടോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ആഡ് ഇമേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് വേറൊരു ഫോട്ടോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. തുടർന്ന് ഞാൻ ഇതുപോലെ റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് ആവശ്യമുള്ള ഭാഗത്തേക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് ഇതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിന് സമമായ കളർ നൽകണം. അതിനുവേണ്ടി എറേസിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ഇതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ബ്ലറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലർ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കാണാൻ സാധിക്കും ആ 2 ഫോട്ടോ ഇവിടേക്ക് വന്നു. എനിക്ക് വേണമെങ്കിൽ വ്യത്യസ്തമായ ഫോട്ടോസുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരുന്നത് മാത്രം. ഇവിടെ മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും സേവ് ചെയ്ത് ഇവിടെ താഴെ നമുക്ക് മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത മലയാളം ടെക്സ്റ്റ് ഇമേജ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ഈ ഫോട്ടോ ആ മലയാളം ഇമേജ് ടെക്സ്റ്റ് എന്ന ആപ്ലിക്കേഷനിലോട്ട് പോകും.
അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ താഴെ കാണുന്ന ന്യൂ ലെയർ എന്ന് കാണുന്ന അടുത്ത ഭാഗത്തുള്ള ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആഡ് ഇമേജുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും മുകളിൽ ആഡ് ടെക്സ്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ എങ്ങനെ യൂട്യൂബ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആദ്യം എങ്ങനെ യൂട്യൂബ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് ഇവിടെ കാണാൻ സാധിക്കും. കൂടുതൽ ഫോണ്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫോണ്ട് എന്നൊരു ഓപ്ഷൻ ഇതിൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോണ്ടുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് 1-2 ഫോണ്ടേ ആദ്യം കാണുകയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കാണുന്നതിന് വേണ്ടി ഇവിടെ കാണുന്ന ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഫോണ്ടുകൾ താഴെ കാണുന്ന ഗെറ്റ് മോർ ഫോണ്ട്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് സാധിക്കും. ഞാനിവിടെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫോണ്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിത് ഈ ഒരു ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു ബോർഡർ നൽകുന്നതിന് വേണ്ടി ഇവിടെ സൈസ് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സൈസ് സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഏറ്റവും മുകളിലുള്ള ഒരു ലൈന്, ഇങ്ങനെ ഏറ്റവും മുകളിലെ ഈ ലൈൻ ഒന്ന് നീക്കുമ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബോർഡർ നമുക്ക് അല്പം ഒന്ന് കളർ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ കളർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കളർ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചുകൂടി അട്രാക്ഷനായിട്ട് കിട്ടുന്ന കളർ യെല്ലോ കളറിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാണാൻ സാധിക്കും. തുടർന്ന് ഇവിടെ ഷാഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഷാഡോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റിന് ഷാഡോ നൽകാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് നൽകാം ടെക്സ്റ്റിന്. അതുപോലെ തന്നെ ആ ടെക്സ്റ്റ് ഫ്ലോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസ് കൂട്ടാൻ സാധിക്കും. ഇനി അടുത്ത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂ ലെയർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ആഡ് ടെക്സ്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇനി ഏറ്റവും മുകളിൽ മലയാളം എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിലോട്ട് മാറ്റുക. തുടർന്ന് നമ്മൾ ഇംഗ്ലീഷിൽ തമ്പനയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. തമ്പനയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് ഡൺ എന്ന് കാണുന്ന ഭാഗം മുകളിൽ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഒരു ഫോണ്ട് വരും. കൂടുതൽ വ്യത്യസ്തമായ ഫോണ്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ ഫോണ്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. തുടർന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട ഫോണ്ടുകൾ ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് എടുത്തത്. തുടർന്ന് കളർ നൽകുന്നതിന് വേണ്ടി ഇവിടെ കളർ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനത് വൈറ്റ് കളറിലേക്ക് മാറ്റി. എങ്ങനെ യൂട്യൂബ് തമ്പനയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ വീണ്ടും ന്യൂ ലെയർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലുള്ള ഇംഗ്ലീഷ് എന്നുള്ളത് മലയാളത്തിലേക്ക് തന്നെ മാറ്റി നമുക്ക് ഉണ്ടാക്കാമെന്ന് എഴുതാം. തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇവിടെ തമ്പനയിൽ നിന്നുള്ള വൈറ്റ് കളറിലോട്ടും മറ്റ് 2 ടെക്സ്റ്റുകൾ നമുക്ക് യെല്ലോ കളറിലോട്ടും ചേഞ്ച് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്ക് വേണ്ട കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാൻ റെഡിലേക്ക് മാറ്റുകയാണെങ്കിൽ റെഡ് നൽകാൻ സാധിക്കും. അതിൻ്റെ ബോർഡർ വേണമെങ്കിൽ നമുക്ക് വൈറ്റ് നൽകിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാകും. ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളിത് യൂട്യൂബിൻ്റെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. തുടർന്ന് താഴെ കാണുന്ന സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തമ്പനയിൽ ക്രിയേറ്റ് ആയി. ഇനി ഇത് യൂട്യൂബിൻ്റെ മുഖഭാഗത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിൻ്റെ തമ്പനയിലായി ഉപയോഗിക്കാനൊക്കെ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത്. പിക്സ് ആർട്ട് എന്ന ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാൻ സാധിക്കും. പിക്സ് ആർട്ടിൻ്റെയും ഈ ഒരു ആപ്ലിക്കേഷൻ മലയാളം ഇമേജ് ടെക്സ്റ്റ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.